നമസ്കാരം. പ്രധാന വാർത്തകൾ. കാട്ടാനയുടെ ജഡം കണ്ടെത്തി. ചരിഞ്ഞ ആനയുടെ കൊമ്പ് കാണാനില്ല. നിലമ്പൂർ നെല്ലിക്കുത്ത് വനത്തിലാണ് കാട്ടാനയുടെ ജഡം കണ്ടെത്തിയത്. ജഡത്തിന് 2 മാസത്തിലേറെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. ചരിഞ്ഞ ആനയുടെ കൊമ്പുകൾ കാണാനില്ല. ചരിഞ്ഞ ആനയുടെ ജഡത്തിലെ കൊമ്പുകൾ ഊരിയെടുത്തെന്നാണ് പോലീസിന് ലഭിച്ച സൂചന. സംഭവത്തിൽ വനം വകുപ്പ് അന്വേഷണം ആരംഭിച്ചു. NDA സഖ്യം വിട്ട സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസിലേക്ക്. കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ തൃണമൂൽ കോൺഗ്രസിൽ ചേരും. NDA മുന്നണിയുടെ ഭാഗമായ സജി തൃണമൂൽ കോൺഗ്രസിലൂടെ വീണ്ടും UDF രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിവരാനാണ് ശ്രമിക്കുന്നത്. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് മുൻ ജില്ലാധ്യക്ഷനും UDF ചെയർമാനുമായിരുന്നു സജി. മോൻസ് ജോസഫുമായുള്ള അഭിപ്രായ വ്യത്യാസത്തെ തുടർന്നാണ് സജി കേരള കോൺഗ്രസ് വിട്ടത്. തുടർന്നാണ് NDAയുടെ ഭാഗമായത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDA സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളിയെ സജി പിന്തുണച്ചിരുന്നു. 14-കാരനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ പോക്സോ കേസ്. പാലക്കാട് ആലത്തൂരിൽ 35-കാരി 14-കാരനെ തട്ടിക്കൊണ്ടുപോയെന്ന പരാതിയിൽ യുവതിക്കെതിരെ പോക്സോ കേസ് ചുമത്തി. ഇവരെ റിമാൻഡ് ചെയ്തു. കുട്ടി സ്വന്തം ഇഷ്ടപ്രകാരമാണ് തനിക്കൊപ്പം വന്നതെന്നാണ് യുവതിയുടെ മൊഴി. 35-കാരി 14-കാരനുമായി നാടുവിട്ടതും അവരെ എറണാകുളത്ത് നിന്നും കണ്ടെത്തിയതും ഇന്നലെയായിരുന്നു. കുനിശ്ശേരി കുതിരപ്പാറ സ്വദേശിനിയാണ് 11 വയസ്സുള്ള മകന്റെ കൂട്ടുകാരനൊപ്പം നാടുവിട്ടത്. സ്കൂളിലെ പരീക്ഷ കഴിഞ്ഞ് വീട്ടിലെത്താത്തതിനെ തുടർന്ന് വിദ്യാർത്ഥിയുടെ വീട്ടുകാർ നടത്തിയ അന്വേഷണത്തിലാണ് വീട്ടമ്മയോടൊപ്പം ഉള്ളതായി വിവരം ലഭിച്ചത്. ആലത്തൂർ പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് എറണാകുളത്ത് വെച്ചാണ് വീട്ടമ്മയെയും കുട്ടിയെയും കണ്ടെത്തിയത്. പോലീസുകാരൻ ട്രെയിന് മുന്നിൽ ചാടി ജീവനൊടുക്കി. തൃശൂർ വടക്കാഞ്ചേരിയിലാണ് സംഭവം. പോലീസ് കൺട്രോൾ റൂമിലെ സിവിൽ പോലീസ് ഓഫീസർ രമേശ് ബാബു ആണ് മരിച്ചത്. 49 വയസ്സായിരുന്നു. ഇയാൾ മദ്യത്തിന് അടിമയായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം. അവിവാഹിതനാണ്. ആത്മഹത്യക്കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. സമരത്തിന് നാളെ പോകരുത്. ആലപ്പുഴയിലെ CI2 ആശാ ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം. ആലപ്പുഴയിൽ ആശാ വർക്കേഴ്സ് യൂണിയൻ അംഗങ്ങൾക്ക് നൽകിയ ശബ്ദ സന്ദേശം പുറത്ത്. സമരത്തിൽ പങ്കെടുക്കാൻ പോകുന്നവർ യൂണിയനിൽ നിന്ന് രാജിവെച്ച് സമരത്തിന് പോകണമെന്നാണ് CI2 പറഞ്ഞത്. തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാനതല ആശാ വർക്കർമാരുടെ സമരത്തിന് പിന്തുണയർപ്പിച്ച് 27 മുതൽ കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിലേക്ക് വ്യാപിപ്പിക്കുന്ന സമരത്തിൽ പങ്കെടുക്കരുതെന്നാണ് CI2 എന്ന ആശാ വർക്കർമാരുടെ സംഘടനയിൽ വന്ന സന്ദേശത്തിൽ പറയുന്നത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരമിരിക്കുന്നത് മുഴുവൻ ആശമാരല്ല, തൊഴിലുറപ്പ് തൊഴിലാളികളും ഉണ്ടെന്നും വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ വന്ന സന്ദേശത്തിൽ പറയുന്നു. എല്ലാം നേടിത്തന്നത് CI2 ആണെന്നും ആവശ്യങ്ങൾ നേടി സമരം അവസാനിച്ചെത്തിയപ്പോഴാണ് ഇവർ സമരവുമായി വന്നതെന്നും സന്ദേശത്തിൽ പറയുന്നുണ്ട്.